സെൻസറി വ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ വന്നിരിക്കുന്ന എന്താണെന്നറിയാവോ? BB380 കോഴികളെ വാങ്ങിച്ച് വളർത്താൻ ആഗ്രഹിക്കുന്നവരോടും അതിനെ വളർത്തി പരിചയമില്ലാത്തവരോടും ഒക്കെ ആയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ. അപ്പം വളർത്തി ഒട്ടും പരിചയമില്ലാത്തവർ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളൊരു പരീക്ഷണത്തിന് മുതിരാവും കേട്ടോ. ഞാനൊരു പരീക്ഷണാർത്ഥം ഇവരെ 20 പേരെ മേടിച്ച് വളർത്തി. അപ്പം എനിക്കുണ്ടായ അനുഭവങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു വിഭാഗം ആൾക്കാർ പറയും BB380 കോഴികളെ വാങ്ങിച്ച് വളർത്തിയ വൻ ലാഭമാണെന്ന് പറയുന്നു, ഒരു കൂട്ടർ പറയുന്നത് നഷ്ടമാണെന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് എന്താണ് ഉണ്ടായ എൻ്റെ അനുഭവങ്ങൾ, ഇതുവരെ ഇവർ മുട്ട പോലും ഇട്ട് തുടങ്ങിയിട്ടില്ല. ഒരു മുട്ടയാണ് എനിക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. ഒരു കോഴി മുട്ട ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ 3 ദിവസമായിട്ട് ഇപ്പോൾ 3 മുട്ട കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവരെ ഇവിടെ ഞാൻ കൊണ്ടുവന്നിട്ട് എത്ര നാളായെന്ന് നിങ്ങൾക്കറിയാം? ഞാൻ 3.5 മാസം പ്രായമാകുമ്പോഴാണ് ഇവരെ ഇവിടെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ 5.5 മാസം പ്രായമായിട്ടുണ്ട്. 5.5 മാസം പ്രായമായപ്പോഴും ഒരു കോഴിയാണ് മുട്ടയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ അത്രയും നാൾ ഇവരെ തീറ്റി പോറ്റിക്കൊണ്ടിരിക്കുക, 5.5 മാസം വരെ ഞാൻ തീറ്റി പോറ്റിക്കൊണ്ടിരിക്കുക. അവർ പറഞ്ഞിരിക്കുന്ന അളവിൽ തന്നെ കൃത്യമായ തീറ്റ, അവർക്ക് കൊടുക്കേണ്ട വൈറ്റമിൻസ്, അവർക്ക് കൊടുക്കേണ്ട കാൽസ്യം എല്ലാം, അതായത് ആ ടൈമിങ് എല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ തന്ന കണക്ക് വെച്ചിട്ട് 3.5 മാസം എന്ന് പറഞ്ഞു. 3.5 മാസം കണക്കിൽ ഇപ്പോൾ ഞാൻ കാരണം കൊണ്ടുവന്ന ഡേറ്റും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ 5.5 മാസമായിട്ടുണ്ട്. എനിക്ക് എന്താ പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ BB380 കോഴികളെ മേടിച്ച് വളർത്തുന്നതുകൊണ്ട് ഒരു നഷ്ടവുമില്ല, പക്ഷേ ലാഭമാണ്. അത് എങ്ങനെയുള്ള കോഴികളെ മേടിക്കണമെന്നറിയാം. ഒരു കാരണവശാലും 3.5 മാസം അല്ലെങ്കിൽ 2.5 മാസം പ്രായമുള്ള കോഴികളെ മേടിച്ചുകൊണ്ട് വന്ന് വളർത്തി ഇത് സക്സസ് ആക്കാമെന്ന് നിങ്ങൾ ഒരു കാരണവശാലും പ്രതീക്ഷിക്കേണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കുക. ഞാൻ ഈ 3.5 മാസമായ കോഴികളെ കൊണ്ടുവന്നിട്ട് ഈ 5.5 മാസം വരെ 3, 2, 5 മാസം 2 മാസം ഞാൻ തീറ്റ കൊടുക്കാൻ തന്നെ നല്ലൊരു എമൗണ്ട് ഞാനിപ്പോൾ ചിലവാക്കിയിട്ടുണ്ട്. തീറ്റ, അവരുടെ കാൽസ്യം കാര്യങ്ങളെ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ, ഞാനിതിൻ്റെ കണക്കും കാര്യങ്ങളും കാൽക്കുലേഷനും എടുത്തപ്പോൾ എനിക്ക് ഏറ്റവും അനുയോജ്യമായിട്ട് തോന്നിയത് 3.5 മാസമായ ഈ കോഴിക്കുഞ്ഞുങ്ങളെ എടുക്കുന്നതിനേക്കാളും ലാഭം എപ്പോഴും മുട്ടയിടാറായ ഇവരെ കിട്ടുന്നതാണ് ലാഭം. കാരണം ഇവരെ 350 രൂപയായി ഞാൻ 3.5 മാസമായപ്പോൾ എടുത്തതിന് 450 ഉള്ളു. മുട്ടയിടാറായതിന് 100 രൂപയുടെ കൂടുതൽ കൊടുത്താലും നമുക്ക് നഷ്ടമൊന്നും വരത്തില്ല അല്ലേ? അപ്പം ഞാൻ അവരുടെ അടുത്തു നിന്ന് ഇങ്ങോട്ടൊന്ന് മാറി നിന്ന്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 3.5 മാസമായപ്പോൾ ഞാൻ 350 രൂപ കൊടുത്ത് ഇവരെ എടുത്തുകൊണ്ട് വന്നു. ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ 4 മാസം മുട്ടയിടാറായത്, അതായത് ഇവിടെ കൊണ്ടുവന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ മുട്ടയിടുന്ന കോഴികളുണ്ട്. അവർക്ക് നമ്മൾ 450 കൊടുത്താൽ മതി. അപ്പോൾ ഈ തീറ്റ ചെലവ് വെച്ച് നോക്കുമ്പോൾ ഞാൻ കമ്പയർ ചെയ്ത് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും അനുയോജ്യമായി എന്ന് തോന്നിയത് തീർച്ചയായിട്ടും മുട്ടയിടാൻ പ്രായമായ കോഴികളെ മാത്രം എടുക്കുക. കുഞ്ഞു കോഴികളെ വാങ്ങിച്ചുകൊണ്ട് വന്ന് വളർത്തി നമ്മൾ ലാഭം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഒരു കാരണവശാലും നടക്കില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അനുഭവമാണ്. ഞാൻ ഈ 20 കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഞാൻ ഇവർക്ക് തീറ്റ കൊടുത്ത കണക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഇതിനകത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ്, ഒരു കാരണവശാലും 3.5 മാസമായ പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വരരുത്. എടുത്തുകൊണ്ട് വന്ന് നമ്മൾ ഇവരെ തീറ്റി പോറ്റുക എന്ന് വെച്ചാൽ അത് ഇച്ചിരി പാട് തന്നെയാണ്. എപ്പോഴും മുട്ടയിടാറായത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കൊണ്ടുവന്ന് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ മുട്ടയിടുന്നുണ്ട്. അങ്ങനെയുള്ളവരെ എടുത്തുകൊണ്ട് വരിക. അതായത് ആ പ്രായത്തിൽ ഒരു 100 രൂപ കൂടുതൽ കൊടുത്താലും വേണ്ടല്ല മുട്ടയിടാറാവുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, മുട്ടയിടാൻ തുടങ്ങി, ഞാൻ പറഞ്ഞില്ല ഒരു കോഴിയെ മുട്ടയിടാൻ തുടങ്ങിയുള്ളൂ. ആ ഒരു കോഴി എന്നും മുട്ടയിടും കേട്ടോ. ഈ 3-4 ദിവസമായി മുട്ടയിടാൻ തുടങ്ങിയിട്ട് ആ ഒരു കോഴി എന്നും അത് കൃത്യമായിട്ട് മുട്ടയിടും. അപ്പോൾ പക്ഷേ എനിക്കിപ്പോൾ അതിലൂടെ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവരെ നഷ്ടമല്ല, ഇവർക്ക് കൊടുക്കുന്ന തീറ്റ കാശ് നമുക്ക് ഇവർ തിരിച്ചു തരും. പക്ഷെ എന്നുണ്ടെങ്കിൽ ഈ നമുക്ക് ഒട്ടും, അതായത് നമ്മൾ പെട്ടെന്നൊരു 10 രൂപ വേണമെന്നൊക്കെ കരുതി വളർത്താൻ ശ്രമിക്കുന്നവർക്കുണ്ടല്ലോ, ഒരു കാരണവശാലും ഇവരെ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് വന്ന് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ അങ്ങോട്ട് എടുത്ത് തീറ്റ, ഇവർക്കുള്ള വേണ്ടുന്ന വൈറ്റമിൻസും കാൽസ്യം ഒക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം ഇനി വരവും ഇല്ലാതെ ഇവർക്ക് അങ്ങോട്ട് ചിലവായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര മുഷിച്ചിൽ വരും. അങ്ങനെ മുഷിച്ചിൽ വരുന്നവരാണ് ഈ വിളിച്ചു പറയുന്നത് BB380 കോഴികൾ നഷ്ടമാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെങ്കിൽ ഇത് നഷ്ടമല്ലാതെ ലാഭമാക്കി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വഴിയുണ്ട്. ഞാൻ ഈ പറഞ്ഞതാണ്, മുട്ടയിടാറായ കോഴികളെ അതായത് വാങ്ങിച്ച് വളർത്തി അവരുടെ കൊണ്ടുവന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ തീറ്റ ഇട്ട് കൊടുത്ത് മുട്ടയിട്ട് നമുക്ക് വരുമാനം ഇങ്ങോട്ട് കിട്ടും. മനസ്സിലായി? 100 രൂപ കൂടുതൽ കൊടുത്താൽ ഈ 2.5 മാസം കിടന്ന് ഈ തീറ്റവും ഇതിനെ നോക്കുന്ന നേരം മതി. 100 രൂപ കൂടുതൽ കൊടുത്ത് ആ തീറ്റ ചെലവിൻ്റെ കാശ് നമ്മൾ
ഇവരെ നോക്കുന്നതിൻ്റെ ചിലവും എല്ലാം കൂടെ വരത്തുള്ളൂ. ഒരു 100 രൂപയുടെ കൂടുതലായാലും വേണ്ടുമല്ല. അപ്പം നമുക്ക് മുട്ടയിടാറായ കോഴികൾ തന്നെയാണ് ലാഭം. അപ്പോൾ തുടക്കക്കാരെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ കുഞ്ഞു കോഴികളെ എടുത്ത് വളർത്തരുത്. ഇതിനെ വിമർശിക്കാനും ഇത് പറയാനും കുറ്റം പറയാനും ഒക്കെ BB380 ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ വരും. അതെനിക്ക് 100% ഉറപ്പാണ്. ഞാൻ വിളിച്ച് പറയുന്നത് തെറ്റാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. പക്ഷേ ഞാൻ അവരുടെ മുമ്പിൽ തിരിഞ്ഞ് വാദിക്കാൻ എനിക്ക് നന്നായി അറിയാം. ഞാൻ തിരിഞ്ഞ് വാദിക്കുക തന്നെ ചെയ്യും. ആരും അതുകൊണ്ട് അത് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വരരുത്. കാരണം ഇതിനെ കുഞ്ഞിലെ കൊണ്ട് വളർത്തുന്ന ലാഭം ഒരിക്കലും ലാഭമല്ല, നഷ്ടമാണ്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. ചെറിയ കോഴികളെ മേടിച്ച് വളർത്തിയാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതേസമയം ഗ്രാമശ്രീയോ അല്ലെങ്കിൽ മറ്റു കോഴികളോ മേടിച്ച് വളർത്തി നമുക്ക് ഇത്രയും വില വരുന്നില്ല. 3.5 അല്ലെങ്കിൽ 2.5 മാസം പ്രായമായ ഒരു കോഴിക്ക് ഒന്നെങ്കിൽ 150 രൂപ അല്ലെങ്കിൽ 160 രൂപയേ ഉള്ളൂ. അതിനെ എടുത്തുകൊണ്ട് വന്ന് നമ്മൾ 5 മാസം വരെ തീറ്റ കൊടുത്താൽ ശരിയാണ്, നമുക്ക് ലാഭമാണ്. പക്ഷെങ്കിൽ ഇത് ലാഭമല്ല, ഒരിക്കലും ലാഭമല്ല. 350 കൊടുത്ത് എടുത്തുകൊണ്ട് വന്നിട്ട് 2 മാസം തീറ്റയും കൂടെ കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നല്ല ശരിക്ക് പോക്കറ്റ് കീറും. ഇനി ഞാൻ നോക്കുന്നത് എന്താണെന്നറിയാവോ? ഞാൻ ഈ കോഴിക്ക് ചിലവാക്കിയ കാശ്, തീറ്റ ചിലവ്, ഇതെല്ലാം കൂടെ എനിക്ക് എത്ര ദിവസത്തിനുള്ളിൽ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നാണ് അടുത്ത എൻ്റെ ശ്രമം. അതും ഞാൻ കണക്ക് കൂട്ടിയിട്ട് നിങ്ങളോട് പറയും. കാരണം എൻ്റെ വീഡിയോ കാണുന്നത് സാധാരണക്കാരായ സ്ത്രീകളാണ്. അവർക്ക് ഇതിനെ വളർത്തിയൊക്കെ ചിലപ്പോൾ 10 പൈസ എടുക്കാനും ഉപയോഗപ്പെടുത്താനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും അവർ കാണുന്നത്. അവർക്ക് ദോഷം വരുന്ന ഒന്നും ഞാൻ ആരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി ഞാനൊന്നും വിളിച്ച് പറയത്തില്ല. ഞാൻ സത്യം മാത്രമേ എൻ്റെ ചാനലിലൂടെ വിളിച്ച് പറയത്തുള്ളൂ. എൻ്റെ അനുഭവമാണ് ഞാൻ ഈ പറയുന്നത്. കാരണം എന്താ പറയുന്നത്, ഇതിനെ തീർച്ചയായിട്ടും മുട്ടയിടാറാവുന്നതിനെയാണ് എടുത്ത് വളർത്തുന്നതാണ് നല്ലത്. ഒരിക്കലും അത് ഒരുമാതിരിപ്പെട്ടവർക്കെല്ലാം അറിയാവുന്നവർ അങ്ങനെ വളർത്തത്തുള്ളൂ. മുട്ടയിടാറായ കോഴികളെ എടുത്ത് വളർത്തത്തുള്ളൂ. ഒരിക്കലും എന്താ പറയുക, ഒരു തവണ പരീക്ഷിച്ച ഒരു മനുഷ്യരും ഒരിക്കലും ചെറിയ കോഴിയെ എടുത്ത് വളർത്തില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതെൻ്റെ അഭിപ്രായങ്ങളാണ് കേട്ടോ. ഇനിയും നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അവരുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒത്തിരി അവർ ഒച്ച ഉണ്ടാക്കുന്നത്. അതിനാണ് ഞാൻ ഇങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കുന്നത്. കാരണം ഒരു ഭയങ്കര ബഹളം. എന്തായാലും അവർ എനിക്ക് ഉറപ്പുണ്ട് ഈ ഒരാഴ്ചക്കുള്ളിൽ അവരെല്ലാവരും മുട്ടയിട്ട് തുടങ്ങും. മുട്ടയിട്ട് തുടങ്ങി കഴിയുമ്പോൾ ഞാൻ നോക്കുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ ഇത്രയും കാശ്, അതായത് ഞാൻ ഇത്രയും തീറ്റയ്ക്ക് മുടക്കിയേക്കുന്നതും അവർക്ക് വേണ്ടി ചിലവാക്കി, അതായത് അവരെ വാങ്ങാൻ ചിലവാക്കിയേക്കുന്ന കാശ് എത്ര നാളുകൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്കും. അതാണ് എൻ്റെ ഒരു ഇത്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ BB380 കോഴികൾ വളർത്തുന്നത് ലാഭമാണ്, അതിൽ നഷ്ടമില്ല. അവർ മുട്ടയിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്നും മുട്ടയുണ്ട്. അവർ നല്ല ഇനം കോഴികളാണ്. അവർക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ മറ്റ് കോഴികളെ വളർത്തുമ്പോൾ അവർക്ക് എന്നും കുന്നും അസുഖങ്ങളാണ്. നമുക്ക് എപ്പോഴും മരുന്നും കൊടുത്ത് മന്ത്രവും കൊടുത്ത് എനിക്കറിയത്തില്ല. ചിലപ്പോൾ തളർന്നിരിക്കും, ചിലപ്പോൾ കണ്ണ് കാണത്തില്ല. ഇത് അവരുടെ കൂട്ടിൽ അവിടെ ഇരിപ്പുണ്ട്, അതിന് കണ്ണ് കാണത്തില്ല. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ട്. മരുന്ന്, പനി, ഇതെന്ന് പറഞ്ഞു ഇവരെന്ന് വെച്ചാൽ ഈ KG സിസ്റ്റത്തിൽ കിടക്കുമല്ലേ. ഇവർക്ക് പ്രത്യേകിച്ച് ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അവർക്ക് നമ്മൾ കൊടുക്കുന്ന 2 നേരത്തെ തീറ്റയേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വെള്ളം, മരുന്ന്, ഇതൊക്കെയുള്ളൂ അവർക്ക്. പക്ഷെ അവരതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളോ ഒന്നുമില്ല. അവർ ഭയങ്കര എന്താ പറയുക, ഉഷാറാണ്, അവർ ആക്റ്റീവാണ്, ഒരു കുഴപ്പമില്ല. അവർ അടിപൊളി കോഴികളാണ്. ഞാൻ ഒരിക്കലും എന്താ പറയുക, നമ്മൾ നല്ലതെന്ന് തന്നെ പറയണം. നമുക്ക് അടിപൊളി കോഴികളാണ്. ഞാൻ വാങ്ങിച്ച ആളുടെ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നല്ല കോഴികളാണ്. അവരുടെ നല്ല കോഴികളായിരുന്നു, അടിപൊളിയാണ്, എല്ലാം ആണ്. പക്ഷേ ഇതിനകത്തിൽ എനിക്ക് തോന്നിയൊരു ചെറിയൊരു എന്താ പറഞ്ഞേ, നമുക്ക് അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അപ്പോൾ ചെറുകിട കർഷകർ ആദ്യമായിട്ട് BB380 കോഴികളെ വല്ലവരൊക്കെ എങ്ങനെ എന്നെപ്പോലുള്ളവരുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയും ഇതുങ്ങളെ മേടിച്ച് വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വരുമാനം കണ്ടെത്തും, കുറച്ച് പൈസയൊക്കെ നമുക്ക് വീട്ടു ചെലവിനൊക്കെ കിട്ടും എന്ന് കരുതുന്ന ഒരാളും ചെറിയ കോഴിയെ മേടിച്ച് വളർത്തി നിങ്ങൾ 100 രൂപയുടെ കൂടുതലിട്ട് മുട്ടയിടാറായിനെ മേടിച്ചോ. ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു, ഇത് ലാഭമാണ്. കോഴി വളർത്തൽ ഒരിക്കലും നഷ്ടമല്ല. പക്ഷേങ്കിൽ ചെറിയതിനെ മേടിച്ചിട്ട് നിങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ പറ്റുന്നില്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പോവല്ലാതെ മുട്ട ഇടിയിക്കാൻ വരെ നമുക്ക് ഇച്ചിരി പാടാണ്. കാരണം ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടുന്നുണ്ട് മുട്ടയിടയ്ക്ക്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? എൻ്റെ മറ്റു കോഴികളുടെ, അതായത് എനിക്ക് അല്ലാതെ ഗ്രാമശ്രീ വേനത്തിൽപ്പെട്ട കോഴികളുണ്ട് ഇവിടെ, അവരുടെ മുട്ടയ്ക്ക് കിട്ടുന്ന കാശ് ഇവർക്കൂടെ തീറ്റ കൊടുക്കുക. കാരണം അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും ഇവർ മുട്ടയിട്ട് തുടങ്ങിയിട്ട് വേണം നമുക്കതൊക്കെ തിരിച്ചു പിടിക്കാനും. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് എഴുതിയിടാനും മറക്കരുത്. എന്തെങ്കിലും പോരാഴികളൊക്കെ ഈ വീഡിയോയ്ക്കകത്ത് ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ക്ഷമിക്കുക. ഞാനൊരു തുടക്കക്കാരിയല്ലേ, അതുകൊണ്ടുള്ള പോരാഴികളൊക്കെ കേട്ടോ. അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ടാറ്റാ.